മലയാള സിനിമയിൽ നായക ഇതിവൃത്ത സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ് ബോസ് അനുസ്മരിച്ചു. ആനുകാലിക സാമൂഹിക വിഷയങ്ങൾ മുൻവിധികളില്ലാതെ വിശകലനം ചെയ്തും തിന്മകൾക്കെതിരെ നർമ്മത്തിൽ ചാലിച്ച കൂരമ്പുകളെയ്തും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന്റെ വിയോഗം മലയാളികൾക്ക് ഉൾക്കൊള്ളാനാവാത്തതാണെന്ന് അനുശോചന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. കൂടാതെ ശ്രീനിവാസന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിശിഷ്ട പ്രകടനങ്ങളും കാലാതീതമായ സംഭാവനകളും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ഗവർണർ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ യോഗ്യതരായ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തുമെന്നും ആത്മാവിന് മുക്തി ലഭിക്കട്ടെ എന്നും ഗവർണർ കുറിച്ചു. മൃതദേഹം എറണാകുളം ഉദയംപേരൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും നടക്കുക. സിനിമാ രംഗത്തെയും പൊതുരംഗത്തെയും പ്രമുഖരടക്കം ഒട്ടനവധി ആളുകളാണ് ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡയാലിസിസിനായി കൊണ്ടുപോകവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30യോടെയാണ് അന്ത്യം. 48 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകൾ ശ്രീനിവാസൻ അഭിനയിച്ചു. മാത്രമല്ല, ഒരു കാലത്ത് പുകവലിക്ക് അഡിക്റ്റായിരുന്നു നടൻ ശ്രീനിവാസൻ. കോളേജ് പഠനകാലത്ത് തുടങ്ങിയ പുകവലി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുകവലി നിർത്താൻ തീരുമാനിച്ചതെന്നാണ് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. വലി പൂർണ്ണമായി നിർത്താൻ തീരുമാനിക്കുന്നതിന് മുൻപ് പലതവണ നിർത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ വലി വീണ്ടും തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം 40 സിഗരറ്റ് വരെ വലിച്ചിരുന്നു. അസുഖത്തിന്റെ ലക്ഷണമൊന്നുമില്ലെങ്കിലും ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറെ കണ്ടു. എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞു. പരിശോധനാ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എന്റെ ശ്വാസകോശം കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ബുദ്ധിമുട്ടി. ഈ രീതിയിൽ പുകവലിച്ച നിങ്ങൾ 20 വർഷം മുന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. സാധാരണ ആളുകളുടേതിനേക്കാൾ നിങ്ങളുടെ ആർട്ടറിക്ക് വ്യത്യാസം കൂടുതലാണ്. അതുകൊണ്ടാണ് ബ്ലോക്കുകൾ ഉണ്ടാവാത്തതെന്നും ഡോക്ടർ വിശദീകരിച്ചു. സാധാരണമല്ലാത്തത് എന്നാൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. എല്ലാവരും ഈ ആനുകൂല്യം കിട്ടണമെന്നില്ല. സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടിയിരുന്ന സുഖം എന്താണെന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ആലോചിച്ചു. വലി നിർത്തിയാലും അത് ഓർമ്മിച്ചു വയ്ക്കാനായി ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ച് വലിച്ചു. അത് തീർന്നതിന് പുറകെ അടുത്തത് കൊളുത്തി. പക്ഷേ മടുപ്പ് തോന്നി. പിന്നെ ഇതുവരെ വലിക്കണമെന്ന് തോന്നിയിട്ടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. തീരുമാനം ഉറച്ചതാണെന്നും സംശയം തോന്നിയാൽ നോക്കാൻ ശ്വാസകോശത്തിന്റെ ചിത്രം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ശ്രീനിവാസൻ തമാശ കലർത്തി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.